ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന് ഫെബിയാണ്. കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായത് ഞാൻ ഒരു UAE ടൈം 3:30 ആകുമ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ടൈം തൽക്കാലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തേത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നൊരു വീഡിയോ ആണ്. നാട്ടിൽ നമ്മൾ ബൾക്ക് സ്റ്റോക്ക് ചെയ്ത ഐറ്റംസിൻ്റെ ഓരോ സാമ്പിൾസ് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു വീഡിയോയിലാക്കിയിട്ടുണ്ട്. ഇതിൽ 1-2 ഐറ്റംസ് മിസ്സിംഗ് ആണ്. പക്ഷേ അത് മുൻപ് സ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതായിരുന്നു. പക്ഷേ അത് ഞാൻ വിചാരിച്ചു ഇൻഷാല്ലാ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, ആ സമയത്ത് എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റായിട്ട് കയറിയവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ എല്ലാം ജസ്റ്റ് ഒന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഓരോന്നായിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ടൊരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രം ആദ്യം കാണിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ വാട്സപ്പ് ലിങ്കും വാട്സപ്പ് നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഗിവ് അവേ കൂടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് എഴുതിയിടാം. ഞാൻ ആ ഒരു കമൻസിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. കമൻറ്റ് പിക്കറിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആ 3 പേർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുക. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ട്രെൻഡിയോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. 100 dirhams വർത്ത് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ഇന്ന് ഞാൻ നാട്ടിൽ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസിൻ്റെ സാമ്പിളുള്ള ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിലാണ് ഈ ഒരു കുക്ക് വെയർ സെറ്റ് വരുന്നത്. 9 പീസസ് വരുന്ന സെറ്റാണ്. ഇതിൽ വരുന്നത് ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, ഒരു സോസ് പാൻ, പിന്നെ 2 സൂപ്പ് പോട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഡീപ്പ് പോട്ട്. അങ്ങനെ 9 പീസസ് വരുന്ന സെറ്റാണ്. ഇതിലിപ്പം നിങ്ങൾക്ക് കാണാം ആ സോസ് പാനിലേക്ക് ലിഡ് ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. അതെവിടെ അപ്പുറം ഇപ്പുറം വെച്ച് പോയതാണ്. സത്യത്തിൽ അതുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ലെന്ന് മാത്രം. അങ്ങനെ ടോട്ടലി 9 പീസസ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഹാൻഡിലൊക്കെയാണ് ഇതിന് വരുന്നത്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിലാണ് കേട്ടോ മൊത്തത്തിൽ ഇത് വരുന്നത്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത സെറാമിക് ആണ്. ഡൈകാസ്റ്റ് അലുമിനിയം ആണ് ഇതിൻ്റെ ബേസ് വരുന്നത്. എന്നിരുന്നാലും സെറാമിക് ആണ്. സെറാമിക് എന്ന് പറയുന്നത് നമുക്ക് നിയോഫ്ലാമിൻ്റെ എല്ലാം ഒരു മെറ്റീരിയൽ അല്ലേ, അതിൻ്റെ ആ സെയിം ക്വാളിറ്റിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്രാവശ്യത്തെ ഇതിൽ ചൂസ് ചെയ്തത്. പിന്നെ വെച്ചാൽ കോട്ടിംഗ് ഒന്നും ഇളകി പോവാത്ത സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ വെച്ചാൽ സേഫാണ്, നമുക്ക് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റിൽ. പിന്നെ POFA ഫ്രീ ആണ്. ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസസും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ഇല്ല. പിന്നെ ഈസി ടു ഹാൻഡിലാണ്. നമുക്ക് എന്താ പറയുക, ഡെയിലി യൂസിനെല്ലാം പറ്റിയ പോലത്തെ ഒരു കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു ഫാമിലിക്ക് കണക്കായിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ ഇൻഡക്ഷൻ ബേസ് വരുന്നുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ തുർക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. പിന്നെ നിയോഫ്ലാമിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവുമായിരിക്കും. ആ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇതിലേക്കും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇതേ കളർ എൻ്റെ അടുത്ത് മുൻപ് എലഗൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റ് ഈ ഒരു സെയിം കളറാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഓരോന്നിൻ്റെ സൈസ് ഇതാ നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ വലുത് ഈ ഒരു പോട്ടാണ്. നമുക്ക് ഒരു 1 kg റൈസൊക്കെ വെക്കാൻ പാകത്തിനുള്ള സൈസ് ഉണ്ട് കേട്ടോ അതിൻ്റെ പോട്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ നേരെ താഴെയുള്ളൊരു സൈസ്. പിന്നെ ഒരു ഡീപ്പ് പോട്ട് ഉണ്ട്, പിന്നെ ഒരു ഫ്രൈങ് പാൻ, പിന്നെ സോസ് പാൻ. ഇത്രയും ഐറ്റംസാണ് വരുന്നത്. ഫ്രൈങ് പാനിൻ്റെ ലിഡ് കൂടെയുള്ള ഒരു സൂപ്പ് പോട്ടിൻ്റെ ലിഡുമായിട്ട് നോക്കുമ്പം ഒരേ സൈസാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്റ്റാണ്, അധികം എക്സ്പെൻസീവ് ഒന്നുമില്ല. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ അത്യാവശ്യം ബൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സ്റ്റോക്ക് പെട്ടെന്ന് തീരാറുണ്ട്.
പോകാറുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്തൊരു സ്റ്റോക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം നിങ്ങൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള സ്റ്റോക്ക് തീർന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് വേണ്ടവർ വേഗം തന്നെ വന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു കെറ്റിലാണ്. ഇത് ഇൻഡക്ഷൻ ബേസൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ഔട്ടർ കോട്ടിംഗ് ഉള്ള ഒരു കെറ്റിലാണ്. പക്ഷേ ഇൻസൈഡ് ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് കേട്ടോ. അതും അത്യാവശ്യം സൈസുള്ളൊരു കെറ്റിലാണ്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ ചായ കൊഴിച്ചാൽ പോർ ചെയ്യുന്ന ആ ഒരു റൗണ്ടിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്ലോസ് ആക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ബട്ടൺ, ഒരു ക്ലിപ്പിംഗ് ആണ്. ആ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. മുൻപ് ഞാൻ സെയിം കൈൻഡ് ഓഫ് കെറ്റിൽസ് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ട് അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടി സൈസിൽ ഒരു സിംഗിൾ കളറിലാണ് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. വേണ്ടവർ വേഗം തന്നെ വന്ന് കോൺടാക്ട് ചെയ്തോളൂ. പ്രൈസൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾക്ക് ഈ പ്രൈസിലൊന്നും ഒരു തരത്തിലും ഇന്ത്യയിൽ കിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന സാധനമാണെങ്കിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ. അപ്പം ധൈര്യമായിട്ട് വാങ്ങാം. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും 2 സെക്ഷനായിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമുക്കൊന്ന് ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഈ 2 പ്രോഡക്റ്റിൻ്റെ വീഡിയോ എടുത്തത്. പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി ബാക്കിയുള്ള വീഡിയോസ്. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോസാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം നമ്മുടെ 3ാമത്തെ പ്രോഡക്റ്റ് ഇതാണ്. ഇതും ഒരു കുക്ക് വെയർ സെറ്റാണ്. ഇതും നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ളത്. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ അല്ല. നമുക്ക് അത്ര ലോ ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ പ്രതീക്ഷിക്കരുത്. എന്നാലും നമുക്ക് നോർമലായിട്ട് ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതും ഉള്ളത് കേട്ടോ. മാഷാഅല്ലാ, നല്ല റെസ്പോൺസ് ഇതുവരെ നിങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ എല്ലാ പ്രോഡക്ട്സിനും. നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും. നമുക്കിപ്പോൾ കുറച്ച് എന്തൊക്കെയോ സ്റ്റോക്ക് ഇപ്പം ലാസ്റ്റ് പോയതിൽ അവിടെ ബാലൻസ് കിടപ്പുണ്ട്. ഇൻഷാല്ലാ ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് നടക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ഇനി നമുക്ക് അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതെല്ലാം ഞാൻ എന്തൊക്കെയുള്ളതെന്നുള്ളതെല്ലാം നോക്കിയിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ. അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. മോസ്റ്റ്ലി കുക്ക് വെയറും കൊണ്ടുള്ള കളികൾ തന്നെയാണ്. അബാൻ്റെ വർക്കും സൽവാർ കമീസ് അതിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അത് ഞാനിപ്പം അതിന് വേണ്ടി ഒരു സ്റ്റാഫിനെയും കൂടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടിയും ആണ് ചെയ്യുന്നത്. കാരണം ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് അബായയും സൽവാർ കമീസും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ടീം മീൻസ് എനിക്കൊരു ഹെൽപ്പിന് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നതും ഒരു സെറാമിക്കിൻ്റെ കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിയോഫ്ലാമിൻ്റെ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്ക് പോട്ട്സാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ കാണിച്ച 2ഉം ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. നമുക്ക് ഡെയിലി യൂസിന് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കെയർ ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം കെയർ ചെയ്യണം. ഡിഷ് വാഷ് സേഫാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യാവും. അതുപോലെ നമ്മൾ സ്റ്റീൽ റോളൊന്നും യൂസ് ചെയ്ത് അതെല്ലാം നോർമലി എല്ലാ കുക്ക് പോട്ടിനും ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അപ്പം ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. സ്ക്രാച്ച് ഫ്രീ ആണ്, കുക്ക് സേഫാണ്, POFA ഫ്രീ ആണ്. ഹാംഫുള്ളായിട്ടുള്ള ഒരു ഐറ്റംസും ഇതിലേക്കില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽസും ഇല്ല. നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ്. ഒരു ഐവറി ആൻഡ് വുഡൻ ഷെയ്ഡിലാണ്. ഇതിൻ്റെ ലിഡിന് ചുറ്റുമായിട്ട് ഇതാ സിലിക്കോണിൻ്റെ ഒരു ലൈൻസാണ്, മീൻസ് ആ ഒരു ബോർഡർ വരുന്നത് സിലിക്കോണിലാണ്. പിന്നെയെന്ന് വെച്ചാൽ സ്റ്റീം പോകാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് ഇതിൻ്റെ പോട്ടിലേക്കും ലിഡിലേക്കും എല്ലാം വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു പോട്ടും. ഇത് നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ കാണാൻ. നമുക്ക് നല്ലൊരു മോഡുലാർ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പം വേറെ തന്നെ ഭംഗിയായിരിക്കും ഈ കൈൻഡ് ഓഫ് പോട്ട്സൊക്കെ. അപ്പം അങ്ങനെ പറ്റിയൊരു പോട്ട് തന്നെയാണ് ഇതും. അപ്പം ഇതിലും 9 പീസസ് ആണ് വരുന്നത്. ഇതിൽ വരുന്നത് 2 കുക്ക് പോട്ടാണ്. ഒന്ന് വലിയ സൈസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തെ സൈസ്. പിന്നെ ഒരു ഡീപ്പ് പോട്ട് ഉണ്ട്, ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, ഒരു സോസ് പാൻ ഉണ്ട്. എല്ലാം കൂടിയിട്ട് 9 പീസസ് ആണ് വരുന്നത്.
ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും മുൻപ് ഓർഡർ ചെയ്ത ഐറ്റംസ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് കോൺടാക്ട് ചെയ്യണേ. കാരണം ഫോൺ ചേഞ്ച് ആയ സമയത്ത് കുറച്ച് നമ്പേഴ്സ് എങ്കിലും എനിക്ക് അവരുടെ പേര് കാണാത്തൊരു രീതിയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. കുറച്ച് നമ്പേഴ്സ് ലാസ്റ്റ് സേവ് ചെയ്ത കുറച്ച് ആൾക്കാരുടേത് മാത്രം. അപ്പം അത് എന്തെങ്കിലും അങ്ങനെയുള്ള നമ്പേഴ്സിലുള്ള ആൾക്കാരത് എന്തെങ്കിലും ഐറ്റംസ് മിസ്സായോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയുന്നത്. ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നമ്പർ മാത്രമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ആരാന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും മിസ്സിങ് അത്രയേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും എൻ്റെ അടുത്ത് വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ഐറ്റംസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് അറിയിക്കണേ. ഇതിലേക്കും സോസ് പാനിന് ലിഡ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹം. എനിക്ക് ശരിക്ക് അത് പറയാം, കാരണം അതെല്ലാം ബോക്സെല്ലാം പാക്ക് ചെയ്ത് വെച്ച് പോയി. ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇതൊരു സൈഡിലേക്കാണ് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടുണ്ടായത്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് കാർഡ്ബോർഡ് മീൻസ് നമ്മുടെ ബോക്സിനകത്ത് തന്നെ ആയിപ്പോയി ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതും ഉണ്ട്. കാരണം 9 പീസ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ആ ലിഡും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ മൂന്നാമത്തെ സെറ്റ് ഇതാണ്. ഇത് നല്ല ഭംഗിയുള്ള നല്ല ഒരു ഇസ്ത്രി കളറാണ് ഈ ഒരു സെറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നത്തെ 3 സെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ കളറിലാണ് വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണിത്, പേസ്റ്റൽ ബ്ലൂവിലേക്ക് സിൽവർ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. അടിപൊളി കളറാണ്, മാഷാഅല്ലാ. അപ്പം ഇതും ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഞാൻ ചൂസ് ചെയ്തതാണ്. സത്യം പറയുകയാണെങ്കിൽ ഓരോ കുക്ക് വെയർ സെറ്റ് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാനിങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ വെമ്പും. പക്ഷേ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. വെറുതെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ 2-3 പോട്ട്സാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. പക്ഷേ ഇല്ല, ഞാനത് എടുത്ത് വെക്കുന്നില്ല. കാരണം അല്ലാതെ തന്നെ ഒരുപാടുണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. അപ്പം വീണ്ടും ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ഉള്ളതെല്ലാം നല്ലപോലെ യൂസ് ചെയ്ത് കഴിയട്ടെ. എന്നിട്ട് പുതിയ ടൈപ്പ് ഓഫ് ഐറ്റംസ് വീണ്ടും വീട്ടിലേക്ക് വെക്കാം. ഇതിൽ നമുക്ക് ടോട്ടൽ 10 പീസസ് ആണ് വരുന്നത് കേട്ടോ. നേരത്തെ കാണിച്ചതിൽ നിന്ന് പിന്നെ വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് ഒരു ഫ്രൈ പാനും കൂടിയും ആഡ് ആയിട്ടുണ്ട്. അതായത് 2 ഫ്രൈ പാൻ വരുന്നുണ്ട്, 2 കുക്ക് പോട്ട്, പിന്നെ ഒരു ഡീപ്പ് പോട്ടും, പിന്നെ ഒരു സോസ് പാനും. അങ്ങനെ ലിഡോട് കൂടി ടോട്ടലി വരുന്നത് 10 പീസസ് ആണ് കേട്ടോ. ഇതും അത്യാവശ്യം ഒരു നോർമൽ ഫാമിലിക്ക് പറ്റിയ കൈൻഡ് ഓഫ് പോട്ട്സ് ആണ് വരുന്നത്. ഈ ബിഗ് പോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 6-7 കപ്സ് റൈസൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു സൈസാണ്. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു സെറ്റിലും വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വൈറ്റ് കിച്ചണിലാണെങ്കിൽ ആ കിച്ചണിലേക്ക് ഈ ഒരു പോട്ടൊക്കെ കാണാൻ ഭയങ്കര ഇപ്പം തന്നെ കാണുന്നില്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ടൊരു ഐവറി ഷെയ്ഡല്ലേ, അതിലേക്ക് ഈ ഒരു കളർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഒരു സ്റ്റീലും ഗ്രേയും, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്രേയും ഈ ബ്ലൂവും കൂടി മിക്സായി വരുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, മാഷാഅല്ലാ. ഇതും സെറാമിക്കിലാണ് വരുന്നത്. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ നിയോഫ്ലാമിൻ്റെ കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെ. കാരണം നിയോഫ്ലാം എന്ന് എടുത്ത് പറയാൻ കാരണം സെയിം ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് ഇതിലേക്കുള്ളത്. അത് നിയോഫ്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കമ്പയർ ചെയ്യുന്നത്. അപ്പം ആ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ. പിന്നെ എല്ലാം തന്നെ ഇൻഡക്ഷൻ സേഫാണ്. പിന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഹാൻഡിലാണ് ഇതിലേക്ക് വരുന്നത്. കാരണം സിലിക്കണിൻ്റെ പോർഷനും ഉണ്ട്, പിന്നെ സ്റ്റീലും, അതെല്ലാം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഡെയിലി യൂസിനെല്ലാം പറ്റിയ ഐറ്റംസാണ്. പിന്നെ പലരും ചോദിക്കും സെറാമിക് ഉള്ളിൽ യെല്ലോ കളർ പിടിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല. നമുക്ക് ഈസി ടു ക്ലീൻ ആണ്, സ്ക്രാച്ച് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഇതിൻ്റെ ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ സാമ്പിൾ തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ ദിവസമായി. നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്കതിനൊരു ചാൻസ് കിട്ടാനിട്ടാണ്. ഇതിപ്പോൾ നാട്ടിൽ സാധനങ്ങൾ മൊത്തം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അയക്കേണ്ട ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇൻഷാല്ലാ ഈ ഒരു ഓർഡേഴ്സ് എടുത്ത് വരും ദിവസങ്ങളിൽ തന്നെ ആയിട്ട് നമ്മൾ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറേ പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഡച്ച് ഓവൻ പോട്ട്സ്. അതിനി റീസ്റ്റോക്ക് ചെയ്യാമെന്നുള്ളത്. ഇൻഷാല്ലാ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്.
ഫുൾ സെറ്റും സിംഗിൾസും ഇനിയും സ്റ്റോക്ക് ചെയ്യാൻ പ്ലാനുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർക്കിനി സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ ഷെയർ ചെയ്യും കേട്ടോ, ഇൻഷാ അല്ലാ. ഈ ഒരു സെറ്റ് കണ്ടില്ലേ, അതിൻ്റെ എല്ലാ ഐറ്റംസും നല്ല ഭംഗിയുള്ള സെറ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ലിങ്കിലേക്ക് വന്നിട്ട് ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ. നല്ലൊരു ഈവനിങ്ങിലായിരുന്നു ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. പുറത്ത് നല്ല സൺസെറ്റിൻ്റെ ടൈമാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ ആ സമയത്ത് എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെൻഡിയോൾ ഐറ്റംസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മാഷാ അല്ലാ, എന്തായാലും ഇവിടെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് കാണുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ആ ഒരു ഓറഞ്ച് കളർ. പക്ഷേ സാധനം സ്റ്റോക്കില്ല. ഞാനതൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ട്രെൻഡിയോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നല്ല പ്രൈസിനായിരുന്നു ആ പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ട്രെൻഡിയോളിൻ്റെ ഐറ്റംസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര വേർത്തായിട്ട് തോന്നി, അതായത് നമുക്കത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ അത്ര നല്ലതാണെന്ന് തോന്നുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഞാനിവിടെ ട്രെൻഡിയോളുടേത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ, ഞാനങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത്. കാരണം ഞങ്ങൾ ഇന്നലെ ഇപ്പം ലെജൻഡറി ഫ്രൈഡേ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓഫറാണ് ഇന്നലെ കുക്ക് വെയർ സെറ്റ്സിനൊക്കെ ഉണ്ടായത്. അത്രയ്ക്ക് അടിപൊളി ഓഫർ, അതായത് 300-400 ദിറംസിൻ്റെ എല്ലാം സെറ്റ് പലർക്കുമായിട്ട് കിട്ടിയത് 16, 70, 90 ദിറംസിനൊക്കെയാണ്. അപ്പോൾ അതങ്ങനെയൊക്കെയുള്ള സെയിൽ വരുന്ന സമയത്ത് എന്തായാലും ഇൻഷാ അല്ലാ ഞാനിവിടെ വന്നിട്ട് ഇൻഫോം ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം ട്രെൻഡിയോൾ ഐറ്റംസ് നല്ല പ്രൈസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങാറുണ്ട്. അപ്പം വാങ്ങിയതാണെങ്കിൽ ഞാൻ എന്തായാലും അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മിക്കവാറും ഞാനത് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യായിരിക്കും ലിങ്ക്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ സമയത്ത് ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇതാണ്, നമ്മുടെ ലോ പ്രഷർ കുക്കർ. അതിൻ്റെ 2 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. 24 സെൻറ്റിമീറ്റർ സൈസിൽ വരുന്ന 2 ലിറ്റർ പോട്ടാണ്. ഒരു ഡീപ്പ് പോട്ടിനേക്കാളും കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു കുക്കർ വരുന്നത്. നമുക്ക് കുറച്ച് നെയ്ച്ചോറൊക്കെ ആക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ചെറിയൊരു കറിയൊക്കെ ആക്കാൻ പാകത്തിനുള്ളൊരു സൈസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സൈസാണ് കേട്ടോ. അപ്പം ഇതും നമ്മുടെ നാട്ടിൽ ഇത്തവണ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുൻപ് ഞാൻ ഇതിൻ്റെ 2 സൈസ് 7 ലിറ്ററും 3.8 ലിറ്റർ ആയിരുന്നു സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സോൾഡ് ഔട്ടായി. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു സൈസാണ്. അപ്പം ആവശ്യമുള്ളവർ പിന്നെ വന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളും. ഇത് നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈസാണ്. ഇൻഡക്ഷൻ ബേസാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ 2 ഹാൻഡിലേക്ക് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഹൈ പ്രഷർ കുക്കർ പോലെ ഉള്ള ഒരു സംഭവമല്ല. ഒരു നമ്മൾ നോർമലി ഒരു കുക്കിംഗ് പോട്ടിൽ വെച്ചിട്ട് ഐറ്റംസ് കുക്ക് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ ലോ പ്രഷർ കുക്കറിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പം റൈസൊക്കെ ആണെങ്കിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനത്തെ എല്ലാം പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ സേഫാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പോട്ടും കുക്കറും ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇത്തവണ നമ്മളവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ മുൻപത്തെ കുറച്ച് ഐറ്റംസിൻ്റെ റീസ്റ്റോക്ക് ഉണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുള്ളൂ. ഇപ്പം ഞാനിവിടെ സാമ്പിൾ വെച്ചിട്ടില്ല. മെയിനായിട്ട് അതാണ് കാര്യം. കാരണം എല്ലാം ഇവിടെ സാമ്പിൾ വെച്ചാൽ വീണ്ടും നമ്മളത് അങ്ങോട്ടേക്ക് അയക്കലെല്ലാം വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിലെത്തിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്നുള്ളത്. അവിടെയുള്ള സാമ്പിൾ ഐറ്റംസ് ബാലൻസും, അതായത് എന്തൊക്കെയാണ് റീസ്റ്റോക്ക് ചെയ്തതും അതല്ലാതെ അവിടെ ബാലൻസ് വന്നതെല്ലാം വെച്ചിട്ട് ഒരു സിംഗിൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ആ ഒരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ എന്നെ വാട്സപ്പ് ലിങ്കിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ലിങ്കിൽ കയറിയിട്ട് വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി. പ്രൈസ് ഇവിടെ പറയാം, വേറെ നിവൃത്തിയില്ല. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.